ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ഭക്ഷണമേശ എന്നതാണ്. ഹോളി കുർബാന ടേബിൾ ഓഫ് റെക്കൺസിലിയേഷൻ. ഇതിനാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അനുരഞ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം തകർന്നുപോയ ബന്ധങ്ങളെ സമാധാനത്തിലേക്കും കൂട്ടായ്മയിലേക്കും മടക്കിക്കൊണ്ടുവരിക എന്നതാണ്. വിശുദ്ധ കുർബാനയുടെ സ്വഭാവം തന്നെ അനുരഞ്ജനമാണ്. ക്രിസ്തു ക്രൂശിലെ സ്വയം സമർപ്പണത്തിലൂടെയാണ് മനുഷ്യന് ദൈവത്തോടുള്ള അനുരഞ്ജനത്തിൻ്റെ വഴി തുറന്ന് തരുന്നത്. വിശുദ്ധ കുർബാന ആ രക്ഷാകരമായ കർമ്മത്തെ സഭയുടെ ആരാധനയിൽ ഓർമ്മിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സാരസംഗ്രഹമാണ് മലമേലുള്ള പ്രസംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പർവ്വത പ്രസംഗത്തിൽ നിന്ന് നാം വായിക്കുന്നത്. ഗിരിപ്രഭാഷണം, ഗിരിഗീത എന്നീ പേരുകളും പർവ്വത പ്രസംഗത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബാഹ്യമായ മതാനുഷ്ഠാനങ്ങളിൽ നിന്ന് ഹൃദയത്തിൻ്റെ നീതിയുടെ അനിവാര്യതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പ്രഭാഷണത്തിൽ യേശു ചെയ്യുക. കുല ചെയ്യരുത് എന്ന കൽപ്പനയിൽ നിന്നും ആരംഭിച്ച് കോപം, അവഹേളനം, തകർന്ന ബന്ധങ്ങൾ എന്നിവയിലേക്ക് യേശുവിൻ്റെ നീതി അന്വേഷിച്ച് എത്തുന്നുണ്ട്. ദൈവബന്ധവും മനുഷ്യബന്ധവും അതീവ പ്രാധാന്യമുള്ളതാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ്ടിൽ ഒരിക്കലെങ്കിലും യെരുശലേം ദൈവാലയം സന്ദർശിക്കുക എന്നത് അവരുടെ നിഷ്ഠയാണ്. ദൈവാലയത്തിൽ ചെന്ന് ആരാധന അർപ്പിക്കുക, ബലിപീഠങ്ങളിൽ ഊനമില്ലാത്ത വസ്തുക്കളെ യാഗമായി അർപ്പിക്കുക എന്നതൊക്കെ അവർ പാലിച്ചിരുന്ന വസ്തുതകളാണ്. ഇവിടെ ഇതാ നിറഞ്ഞ ആരാധനയോടെ കടന്നു വരുന്നതായിട്ടുള്ള ആളുകൾ കയ്യിലെ കാഴ്ചകളുമായി ബലിപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ യേശു പറയുകയാണ്, ആരാധന മതി, അർപ്പണങ്ങൾ മതി എന്ന് പറയുന്നതിനപ്പുറം അവിടെ നിൽക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിൻ്റെ കാഴ്ചകളെ അവിടെ വെച്ചതിന് ശേഷം ആദ്യം പോയി അവനോട് നിരക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. യേശു മനുഷ്യബന്ധങ്ങളെ ആരാധനയ്ക്ക് പുറത്തല്ല, ആരാധനയ്ക്ക് ഉള്ളിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ദൈവാലയ ആരാധനയ്ക്ക് വരുന്ന ഈ ഒരു ആരാധനാ ചിത്രത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അത് അനുരഞ്ജനത്തിൻ്റെ മേശയാകുന്നത് എങ്ങനെയാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. ഒന്ന്, ഈ വിശുദ്ധ മേശയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടാകാനായിട്ടിടയാകണം. വി ഹാവ് ടു റിമെമ്പർ. എന്താണ് ഓർക്കേണ്ടത്? സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർക്കുക. അപ്പോൾ കുർബാന അനുരഞ്ജനപ്പെടേണ്ടതിൻ്റെ ഓർമ്മയാണ് എന്ന് പ്രഥമമായി ഈ ഭാഗം നമ്മളോട് പഠിപ്പിക്കുന്നു. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ഒരുപക്ഷെ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഒരാളിൻ്റെ സ്നേഹം കുറയുന്നു എന്നറിയാൻ അധികം കാലം വേണ്ട, ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്കത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. വിശുദ്ധ ആലയത്തിൽ വിശുദ്ധ കുർബാനയുടെ ഭാഗമാകാൻ നിൽക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒന്ന് ഓർത്തു നോക്കേണ്ടത് ആവശ്യമാണ്. മറവിയുടെ ചവറ്റുകൊട്ടകൾ ഇടയ്ക്കൊന്ന് ചികഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. മാറാല പറ്റിക്കിടക്കുന്ന ഏതെങ്കിലും രമ്യതപ്പെടേണ്ടതായിട്ടുള്ള ബന്ധങ്ങളുടെ ഇടങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. വിശുദ്ധ കുർബാന അഗാപ്പെ സ്നേഹത്തിൻ്റെ മഹനീയമായ പ്രതീകമാണ്. നമുക്ക് വേണ്ടി തന്നെ മുറിച്ച് പങ്കിട്ട് സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് അത്. ക്രൂശ് ഏത് മഹാഭാവിയോടുമുള്ള സ്നേഹത്തെയും ക്ഷമയെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ദൈവത്തെ ഓർക്കാൻ വരുന്നവനോട് യേശു പറയുകയാണ്, നീ സഹോദരനെയും സഹോദരനുമായുള്ള ബന്ധത്തെയും ഓർക്കണം. ആരാധനയും ധാർമ്മിക ജീവിതവും ഒരിക്കലും വേർപിരിക്കുവാൻ കഴിയുന്നതല്ല. നിൻ്റെ സഹോദരൻ അതിനോട് എന്തെങ്കിലും ഉണ്ട് എന്ന ഓർമ്മ വന്നാൽ എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, റിച്വൽ ബിഫോർ റിലേഷൻഷിപ്പ് അല്ല, റിലേഷൻഷിപ്പ് ബിഫോർ റിച്വൽ. ഏതൊരു ആചാരത്തിനും അനുഷ്ഠാനത്തിനും മുൻപ് ബന്ധങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകുവാനായിട്ട് കഴിയണം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യാഗത്തിലല്ല ദയയിലും ഹോമയാഗത്തേക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ആരാധന അതിപ്രധാനമല്ല എന്നല്ല, ആരാധിക്കുന്നവൻ്റെ ആന്തരികമായ സത്യസന്ധതയും
സ്നേഹവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 27 സംവത്സരക്കാലത്തെ തടവ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്ന നെൽസൺ മണ്ടേല പറയുന്ന വാക്കെത്ര ശ്രദ്ധേയമാണ്. Now it is the time for the healing of the words has come എന്നാണ്. മുറിവുകൾ മറന്നില്ല, എന്നാൽ മുറിവുകളെ വെറുപ്പിൻ്റെ ഓർമ്മയാക്കാനല്ല, മറിച്ച് ഇത് സൗഖ്യപ്പെടുത്തേണ്ടതിൻ്റെ, സുഖപ്പെടുത്തേണ്ടതിൻ്റെ വാക്കുകൾ പറയേണ്ട സമയമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കാനായിട്ടിടയാകുകയാണ്. നമുക്ക് നൊമ്പരങ്ങളുണ്ടാകുമ്പോൾ, നമുക്ക് തകർച്ചകളുണ്ടാകുമ്പോൾ, നമ്മെ ദ്രോഹിക്കുന്നവരോട് ഒക്കെ നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ്? ഒരല്പം പോലും പ്രതികാര ചിന്ത കൂടാതെ നെൽസൺ മണ്ടേല പറയുന്നു, ഇത് സൗഖ്യമാക്കുന്ന വാക്കുകൾ ഉച്ചരിക്കേണ്ട സമയമാണ് എന്നാണ്. നമ്മൾ പറയാറുണ്ട്, അകന്നുപോയ ബന്ധങ്ങളെ ഓർത്ത് അതിനെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം വർഷങ്ങളായി സംസാരിക്കാത്ത എത്രയോ ആളുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മെ വേദനിപ്പിച്ച ആളിൻ്റെ മുഖം എന്നും പൊള്ളിപ്പിക്കുന്ന ചിത്രമായി നമ്മുടെ മനോമുകുരങ്ങളിൽ ഉണ്ടായേക്കാം. അകർന്നുപോയ ബന്ധങ്ങൾ പലതും ഉണ്ടായേക്കാം. നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടോ എന്നത് മാത്രമല്ല, നമ്മളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അത് നമുക്ക് അനുരഞ്ജനപ്പെടാനുള്ള ഇടമാണ് എന്ന് മനസ്സിലാക്കി ആദ്യം അനുരഞ്ജനപ്പെടാനും പിന്നെ അർപ്പണങ്ങളിലേക്കും വിശുദ്ധ മേശയിലേക്കും കടന്നു വരുവാനും കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് വേദഭാഗം പറയുന്നത് വിശുദ്ധ കുർബാന അനുരഞ്ജനപ്പെടേണ്ടതിൻ്റെ ഓർമ്മ മാത്രമല്ല, വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള വിളിയാണ് എന്ന് പറയുകയാണ്. വി ഹാവ് ടു റിലീസ്, നമ്മുടെ വൈരാഗ്യങ്ങളെല്ലാം ഇറക്കി വയ്ക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരോടുള്ള എല്ലാ കോപം നിറഞ്ഞ, വൈരാഗ്യം നിറഞ്ഞ മനോഭാവങ്ങളും ഉപേക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് അവിടെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിൻ്റെ വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം സഹോദരനോട് ഉള്ള വൈരാഗ്യം ഇറക്കി വയ്ക്കണം എന്നാണ് യേശു പറയാനായിട്ട് ശ്രമിക്കുക. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യം വളരെ ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരുന്നു. വിജയിച്ച പക്ഷത്തിന് പ്രതികാരം ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഏബ്രഹാം ലിങ്കൺ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ, വിത്ത് ചാരിറ്റി ഫോർ ഓൾ. ആരോടും വൈരാഗ്യമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമാണ് എന്നാണ് പറയുക. അതെന്തൊരു മഹനീയമായ സാക്ഷ്യമാണ്, എന്തൊരു മഹനീയമായ നിശ്ചയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം ജീവിക്കാനായിട്ട് കഴിയുക എന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയായി കാണണം. ആദ്യം പറയുന്ന 23, 24 വാക്യങ്ങൾ പറയുന്നത് ഒരു ഭവനാന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നിൻ്റെ സഹോദരൻ എന്ന വാക്ക് ആവർത്തിച്ച് ഇവിടെ ഉപയോഗിക്കാനായിട്ടിടയാകേണ്ടത്. ആര് പോകണം സഹോദരൻ്റെ അടുക്കിലേക്ക്? സഹോദരൻ എൻ്റെ അടുക്കൽ വന്നാൽ അനുരഞ്ജനപ്പെടാമെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അതല്ല, ആദ്യം നീ പോകണം എന്നാണ് പറയുക. ഹാവ് യു എവർ ഗോൺ? നമ്മൾ പോയിട്ടുണ്ടോ? നമ്മൾ പോകാൻ ഒരുക്കമുള്ളവരാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് ആവശ്യമാണ്. അവൻ വരട്ടെ എന്നല്ല. അനുരഞ്ജനം എന്നത് ഒരു വികാരം മാത്രമല്ല, അതൊരു ചുവടുവെപ്പാണ്. അതിൽ ആദ്യം ചുവട് വയ്ക്കേണ്ടത് ഞാനാണ്. ദൈവത്തിൻ്റെ കൃപ മനുഷ്യരിലേക്ക് സംവഹിക്കുവാൻ ആദ്യ ചുവട് വയ്ക്കുന്നത് എപ്പോഴും ദൈവമാണ് എന്ന് പറയുന്നത് പോലെ കൃപ എന്നത് ഓൾവേസ് ഗോഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ അനുരഞ്ജനത്തിന് ആദ്യത്തെ ചുവടുവെപ്പ് നമ്മിലാണ് ഉണ്ടാകേണ്ടത്. ആർ വി റെഡി ടു ഗോ? അപ്രകാരം അനുരഞ്ജനത്തിന് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക്, സഹോദരങ്ങളിലേക്ക് കടന്നു പോകാൻ നമ്മൾ എത്രത്തോളം താല്പര്യമുള്ളവരാണ് എന്ന് നമ്മൾ ഓർക്കണം. ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു പ്രകാരം പറയുന്നുണ്ട്, വിത്തൗട്ട് ഫോർഗിവ്നെസ് ദർ ഈസ് നോ ഫ്യൂച്ചർ. ക്ഷമ കൂടാതെ നമുക്കൊരു ശുഭഭാവി ഉണ്ടാകുവാനായിട്ട് ഇടയാകയില്ല എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാധവിക്കുട്ടി എന്ന കേരളത്തിൻ്റെ കവി പ്രകാരം പാടുന്നുണ്ട്, സ്നേഹം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ എന്നത് ഇലകളും ശിഖരങ്ങളും നഷ്ടപ്പെട്ട മരങ്ങൾ മാത്രമാണ്. നമ്മൾ ഇലകളും ശിഖരങ്ങളും നഷ്ടപ്പെട്ട മരങ്ങളായിരിക്കാനല്ല, വസന്തത്തിൻ്റെ സ്നേഹമാകുന്ന വസന്തത്തിൻ്റെ നിറവുകളാൽ നിറയെ പൂക്കുന്ന, നിറയെ പച്ചപ്പണിയുന്ന സ്നേഹഭാവങ്ങളുള്ള ജീവിതങ്ങളാകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. രണ്ടാമത് 25, 26 വാക്യങ്ങൾ പറയുന്നത് ഒരു ന്യായാധിപൻ്റെ പക്കലേക്ക് പോകുന്ന 2 ആളുകളുടെ ചിത്രത്തിൽ നിന്നുകൊണ്ടാണ്. നിൻ്റെ പ്രതിയോഗിക്ക് എന്തെങ്കിലും നിന്നോടുണ്ട് എന്ന് ചോദിച്ചാൽ ന്യായാധിപൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ചു തന്നെ
അത് പരിഹരിക്കുവാനായിട്ട് മനസ്സുണ്ടാകണം എന്നതാണ്. നമ്മൾ സഹയാത്രികരാണ്. നമ്മുടെ ബന്ധങ്ങളെല്ലാം നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് പരസ്പരം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഈ വഴിയിൽ വെച്ച് തന്നെ പറഞ്ഞ് തീർക്കുവാനായിട്ട് കഴിയണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്നും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്നും ദൈവവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുരക്ഷിതമായ, സന്തോഷകരമായ, സൗഹാർദ്ദകരമായ ഒരു യാത്ര ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഈ തീർത്ഥയാത്ര അനുഗ്രഹമാകുന്നത് അപ്പോഴല്ലേ, കൂടെയല്ല നാം ജനിക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് കവി ചോദിക്കുന്നത് പോലെ നമുക്ക് ഈ സ്നേഹബന്ധങ്ങൾ ഈ യാത്രയിൽ ആവശ്യമാണ്. വേദനിക്കലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ എന്നാണ് കവി പറയുക. പരസ്പരം സ്നേഹജന്യമായ പാരസ്പര്യമുള്ള ഒരു അനുഗ്രഹീത തീർത്ഥയാത്ര നിർവഹിക്കപ്പെടത്തക്കവണ്ണം നമ്മുടെ കുടുംബത്തോട് നമുക്ക് സൗഹൃദങ്ങൾ കാത്തുപരിപാലിക്കാനും പരസ്പരമുള്ള നല്ല ബന്ധങ്ങളിലൂടെ ഈ തീർത്ഥയാത്ര ധന്യമാക്കുവാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് വൈരാഗ്യങ്ങളെ ഉപേക്ഷിച്ച് അനുരഞ്ജനപ്പെടാനായിട്ട് കഴിയുക. റെക്കൺസൈൽ വിത്ത് ഗോഡ്, റെക്കൺസൈൽ വിത്ത് വൺ അനദർ. ദൈവത്തോടും പരസ്പരവുമുള്ള അനുരഞ്ജനമാണ്. തകർന്ന ബന്ധങ്ങളെ അവഗണിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീയതയല്ല ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. മദർ തെരേസ ഇപ്രകാരം പറയുന്നു, ഇഫ് യു റിയലി വാണ്ട് ടു ലവ് വി മസ്റ്റ് ലേൺ ഹൗ ടു ഫൊർഗീവ്. യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം എന്നതാണ്. മൂന്നാമതായിട്ട് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അനുരഞ്ജനപ്പെട്ടവരുടെ മേശയാണ്. ഒരുമിച്ചിരിക്കുന്ന ഒരു ശരീരമാകുന്ന മേശയാണ് വിശുദ്ധ കുർബാന എന്നതാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മേശയിൽ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. സ്ഥാനത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും പദവിയുടെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും ആരെയും അകറ്റാൻ ക്രിസ്തുവിൻ്റെ മേശയ്ക്ക് ആകുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരേ കൃപയുടെ കീഴിൽ എല്ലാവരും സ്വീകരിക്കപ്പെടുകയാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഭാഷയിൽ വി ആർ എ ബിലവഡ് കമ്മ്യൂണിറ്റി. അത്ര ശ്രേഷ്ഠമായ ഒരാശയമാണ് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുക. വിഭജനങ്ങളെ മറികടന്ന് നീതിയിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു കൗദാശിക സമൂഹമാണ് നാം എന്ന ഓർമ്മപ്പെടുത്തലാണ്. നാം ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ, ഒരു ശരീരത്തിൻ്റെ അംഗമാകുമ്പോൾ മറ്റൊരു ശരീരത്തിലെ അംഗത്തെ നമുക്ക് വെറുക്കുവാനോ നീ വേണ്ടെന്ന് പറയാനോ സാധിക്കുകയില്ല. ഈ ഒരു പാരസ്പര്യത്തിലാണ്, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന പരസ്പര ബന്ധത്തിലാണ് സഭ നിലനിൽക്കുന്നതും വളരുന്നതും സാക്ഷ്യമാകുന്നതും എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അലി കടുക്കശ്ശേരി മാഷിൻ്റെ കവിതയുടെ വരികൾ ഇപ്രകാരം പറയുന്നുണ്ട്, തിരിച്ചറിയൽ കാർഡിൽ നോക്കിയാൽ മനസ്സിലാകും മൃഗമല്ല എന്ന്. പക്ഷേ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ ജീവിതത്തിലേക്ക് നോക്കണം. മനുഷ്യത്വമല്ലാത്ത മറ്റെന്താണ് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥ മനുഷ്യത്വം ആരെയും എതിർക്കുന്നതല്ല, ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് ഓർക്കുക. നാലാമതായിട്ട് വേദഭാഗം പറയുന്നത് വിശുദ്ധ കുർബാന എന്നത് അനുരഞ്ജനത്തിൻ്റെ ദൗത്യമേകുന്ന മേശയാണ് എന്നാണ്. സഭ ഒരു റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി എന്നത് മാത്രമല്ല, ഇറ്റ്സ് എ റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി. നാം അനുരഞ്ജനപ്പെട്ടവരാണ്, മറിച്ച് അനുരഞ്ജനത്തിലേക്ക് ഒരു ലോകത്തെ നയിക്കേണ്ട സമൂഹം കൂടിയാണ് നമ്മൾ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ശിഥിലമാകുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമാകുന്ന സാഹചര്യങ്ങൾ, ഇവിടെയൊക്കെ അനുരഞ്ജനത്തിൻ്റെ ആളുകളാകാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭയിലെ വിഭാഗീയത പ്രബലപ്പെടുമ്പോൾ അവിടെ പാലമാകാനായിട്ട് സഭയ്ക്ക് നിയോഗമുണ്ട്. സമൂഹത്തിലെ വിഭജനങ്ങൾക്കെതിരെ പാലമാകുക എന്നത്, അനുരഞ്ജനത്തിൻ്റെ പാലമാകുക എന്നത് വിശുദ്ധ കുർബാനയുടെ സാമൂഹിക സാക്ഷ്യമാകേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുന്നു എന്നതാണ്. ഈ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് നമുക്ക് സഭയ്ക്ക് പുറപ്പെടുവാനായിട്ടുള്ളത് എന്നത്
നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് ലോകത്തിൽ ശൈഥില്യമുണ്ടാകുന്ന വെറുപ്പിൻ്റെ മേഖലകളാകുന്ന ഇടങ്ങളിലൊക്കെ അനുരഞ്ജനത്തിൻ്റെ സാക്ഷ്യമാകാൻ സഭയ്ക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഭയത്തിൻ്റെ ഇടങ്ങളിലൊക്കെ സംഭാഷണത്തിൻ്റെയും സാമൂഹികതകളുടെയും നന്മകൾ പ്രദാനം ചെയ്യുവാനായിട്ട്, നൊമ്പരത്തിൻ്റെ ഇടങ്ങളിലൊക്കെ സമാധാനത്തിൻ്റെ ദൂതുവാഹികളാകാനും, മാനവ സമൂഹത്തിന് വിശ്വാസത്തിൻ്റെ ഉറപ്പ് സംവേദനം ചെയ്യുവാനും, ബന്ധങ്ങളിലെ ബഹുമാനങ്ങളെ നിലനിർത്തുവാനും, സമൂഹത്തിൽ സമാധാനം നിലനിർത്തുവാനും, പീഡിതരായിട്ടുള്ള ആളുകളുടെ ശബ്ദങ്ങൾക്ക് കാതോർക്കുവാനും, അനീതിക്കെതിരെ സംസാരിക്കുവാനും, സത്യത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുവാനും, ഒരു പുതുയുഗത്തിന് വേണ്ടി പരിശ്രമിക്കുവാനും ഒരു അനുരഞ്ജന സമൂഹമാകുന്ന സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. ദ ചർച്ച് ഈസ് നോട്ട് കോൾഡ് മിയർലി ടു സെലിബ്രേറ്റ് റെക്കൺസിലിയേഷൻ ബട്ട് ടു എംബോഡി ആൻഡ് എക്സ്റ്റെൻഡ് ഇറ്റ്. സഭ അനുരഞ്ജനത്തിൻ്റെ സഭയാകാൻ, സഭയുടെ അനുരഞ്ജനം ലോകത്തിലേക്ക് സംവഹിക്കപ്പെടാൻ കഴിയുമ്പോഴാണ് സഭ ഏറ്റവും ധന്യമായി മാറുവാനായിട്ടിടയാകുക. സ്റ്റാൻലി ജെ സമാർത്ഥ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഇൻ ദ പാസ്റ്റ് എനർജീസ് വെർ സ്പെൻഡ് in strengthening the fences and guarding the gates rather than deepening the wells and tending the fruit trees. ഇന്നലകളിൽ നാം മതിലുകളെ സംരക്ഷിക്കുവാനും കോട്ടകൾ കാക്കുവാനും അധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ കിണറുകളെ ആഴപ്പെടുത്താനും ഫലവൃക്ഷങ്ങളെ നടുവാനും കഴിയേണ്ടതാണ് എന്നതാണ്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ദൂതുവാഹകരാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നീ ഞങ്ങളെ വിശുദ്ധ കുർബാനയിലൂടെ അനുരഞ്ജനത്തിൻ്റെ നന്മകളിലേക്ക് അടുപ്പിക്കുന്നത് ഓർത്ത സ്തോത്രം. വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ലോകത്തിൽ സ്നേഹത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരുമായിരിക്കാൻ, ക്ഷമാശീലരായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സഭാഗാത്രം എന്നുള്ള നിലയിൽ ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ സഭയാകുന്ന ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൂദാശയുടെ പങ്കുകാരാകുന്നവർ മാത്രമല്ല, അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ കൂദാശകളാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ മൂലം അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.